നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി പുതുവൈപ്പിൽ നിന്നും റോഷൻ PJ-യുടേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സെക്യൂരിറ്റി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി എന്റെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും 2 ഫോട്ടോയും കമ്പനിയിൽ കൊടുത്തിരുന്നു. യൂണിഫോമിന്റെ തുക മുൻകൂറായി ഏൽപ്പിക്കാത്തത് കൊണ്ടാണ് ആധാർ കാർഡ് കൊടുത്തത്. അവർ ജോലിയിൽ പ്രവേശിക്കാൻ പറഞ്ഞ സമയത്ത് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ജോലിയിൽ പ്രവേശിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നീട് വരാമെന്നാണ് ഞാൻ പറഞ്ഞത്. തുടർന്ന് എനിക്ക് ജോലിക്ക് പോകുവാനും സാധിച്ചില്ല. ഈ സ്ഥാപനത്തിൽ എന്റെ ആധാർ കാർഡ് ഉണ്ടായിരുന്നു. ഈ ആധാർ കാർഡ് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ സ്ഥാപനത്തെ സമീപിച്ചിരുന്നു. എന്നാൽ അവർ ആധാർ കാർഡ് തരുന്നില്ല. നിരവധി തവണ ഞാൻ ഈ സ്ഥാപനത്തിൽ പോകുമ്പോഴെല്ലാം തന്നെ ആധാർ കാർഡ് നൽകാമെന്ന് പറയുന്നതല്ലാതെ അവർ നൽകുന്നുണ്ടായിരുന്നില്ല. ആയതിനാൽ ഇക്കാര്യത്തിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? പരാതിക്കാരന്റെ ആധാർ കാർഡ് തിരിച്ചു നൽകുന്നില്ല എന്ന ഈ പരാതി നിയമവേദി കത്തിൽ പരാമർശിച്ച സെക്യൂരിറ്റി സ്ഥാപനത്തിൽ അന്വേഷിച്ചു. സ്ഥാപനം ആധാർ കാർഡ് തിരിച്ചു നൽകിയതായി നിയമവേദിയെ അറിയിച്ചു. നിലവിൽ പരാതിക്കാരന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതായി നിയമവേദി കരുതുന്നു. ഇനി അടുത്ത പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുടേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാനൊരു സ്വകാര്യ കമ്പനിയുടെ ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. 2 വർഷത്തോളമായി പ്രതിമാസം 1000 രൂപ ഞാൻ അടക്കാറുമുണ്ട്. എനിക്ക് IT ജോലിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇന്റർനെറ്റ് ആവശ്യവുമാണ്. എന്നാൽ ഇവർ കൃത്യമായി സേവനം നൽകുന്നില്ല. എപ്പോഴും തന്നെ തടസ്സം നേരിടുകയാണ്. ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി നെറ്റ് കണക്ഷൻ പോയതിനെ തുടർന്ന് ഇവരുടെ കസ്റ്റമർ സർവീസിൽ ഞാൻ വിളിച്ചുവെങ്കിലും അവർ ഫോൺ എടുക്കുന്നില്ല. പലതവണ അവരെ വിളിക്കുമ്പോഴെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തു വെച്ച റിപ്ലൈ ആണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഫോൺ റീചാർജ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്വകാര്യ കമ്പനിയിൽ നിന്നും 2 പേർ വരികയും നെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിച്ചു തരികയും ചെയ്തു. എന്നാൽ അവർ പോയതിനു ശേഷം വീണ്ടും ഇതേ അവസ്ഥ തുടരുകയാണ്. ആയതിനാൽ ഇവർക്കെതിരെ എവിടെയെങ്കിലും പരാതി നൽകുവാൻ സാധിക്കുമോ? ഈ കത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് R. പിള്ള. ലഭിച്ച കത്ത് സശ്രദ്ധം വായിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയുടെ അവര് ശരിയായ വിധം സേവനങ്ങൾ നൽകാത്തതിനെ പറ്റിയാണ് പരാതി. കത്തയച്ചയാൾ 1000 രൂപയുടെ പ്രതിമാസ പാക്കേജ് എടുക്കുകയും അതിൽ പല ദിവസങ്ങളും വേണ്ട രീതിയിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടാതെ ലഭിക്കുകയും ചെയ്തതായിട്ട് പറയുന്നു. ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനികളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് മുൻകൂറായി അഡ്വാൻസായി പണം പറ്റുകയും പിന്നീട് വേണ്ട രീതിയിലുള്ള സർവീസ് നൽകാതെ വരികയും ചെയ്യുന്നതായിട്ട് പല കോണുകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ചിലപ്പോൾ ദിവസങ്ങളോളം ആഴ്ചകളോളം തന്നെ സേവനങ്ങൾ ലഭ്യമാകാതെയും വരും. നിയമപരമായി ഇത് പരിശോധിക്കുകയാണെങ്കിൽ ഇത് അവരുടെ ഒരു ഡെഫിഷ്യൻസി ഇൻ സർവീസ്, അവരുടെ സർവീസിലെ ഒരു ന്യൂനത, അവരുടെ സേവനത്തിലെ ഒരു ന്യൂനതയായിട്ട് കണക്കാക്കി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം അനുസരിച്ച് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര നിയമം അനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. നമുക്ക് അതിനു വേണ്ടിയിട്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാവുന്നതാണ്. പക്ഷെ ഇത് കേവലം ഒരു 1000 രൂപയ്ക്ക് വേണ്ടി ഒരു നിയമ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ്. കാരണം അതിന്റെ ചെലവും നമ്മളുടെ ശ്രമങ്ങളെല്ലാം വളരെയധികം കൂടുതലായിരിക്കും. ഇതിന് വേണ്ടത് ഒരു പബ്ലിക്കായിട്ടുള്ള പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം സ്വരൂപീകരണവും അതിന് മറ്റ് നിയമ സ്ഥാപനങ്ങളുടെ ഇടപെടലുകളാണ് വേണ്ടത്. പക്ഷെ ഇതുപോലുള്ള ഒരു വലിയ ഒരു ആഗോള ഭീമൻ തന്നെയാണ് ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള കമ്പനി. അവരുമായിട്ട് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതിൽ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ സേവനങ്ങളുടെ പൈസ, ഒരു മാസത്തേക്കുള്ള പൈസ തന്നെ ചോദ്യകർത്താവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ 7 ദിവസം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ശരിക്കും നിയമപരമായിട്ട് അവർ ആ 7 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇതിൽ അധികാര സ്ഥാപനങ്ങളുടെ ഇടപെടലുകളാണ് ആവശ്യം. അതായത് കൺസ്യൂമർ കോടതിയിൽ അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക കോടതിയിൽ പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമയനഷ്ടവും ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തന്നെ ഉണ്ടായി. 1000 രൂപയ്ക്ക് വേണ്ടി പോകാൻ പറ്റുകയില്ല. ആ സാഹചര്യത്തിൽ ഇത് ടേക്കപ്പ് ചെയ്യുന്ന നിയമസ്ഥാപനങ്ങൾ വഴി അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളിലെ പരാതി നൽകുകയും അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു പൊതുജന അഭിപ്രായം അതിനെതിരെ രൂപീകരിക്കുകയും ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന് മാത്രം ഇടപാടാക്കുന്ന രീതിയിലുള്ള ബില്ലിംഗ് സംവിധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നടത്തിയെടുക്കാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഒരു പൊതുജനാഭിപ്രായം അതിൽ രൂപീകരിക്കുകയും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒക്കെ കേരള ഹൈക്കോടതിയിലേക്ക് സമീപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമായ ഒരു റെമഡി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ കേസിൽ നിങ്ങൾക്ക്
ജില്ലാ ഉപഭോക്തൃ തർക്ക കമ്മീഷനിൽ പരാതി നൽകാവുന്നതാണ്. നിങ്ങൾക്ക് സൗജന്യ നിയമസേവനത്തിന് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാം. അതുപോലെ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികളെ സമീപിക്കാവുന്നതാണ്. നിയമവേദിയിലെ അടുത്ത പരാതിക്കാരനും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പരാതി എന്താണെന്ന് നോക്കാം. 40 വർഷത്തിൽ കൂടുതലായി സ്വന്തം കുടുംബം പോലും നേരാവണ്ണം നോക്കാൻ സാധിക്കാതെ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ അംഗനവാടി ജോലിക്കാർ. അംഗനവാടി വർക്കർമാർക്ക് 2500 രൂപയും ഹെൽപ്പർമാർക്ക് 1500 രൂപയുമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. എന്നാൽ കുറച്ചു മാസങ്ങളായി ഈ പെൻഷൻ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ നാളിതുവരെയായിട്ടും ഇതും ലഭിക്കുന്നില്ല. ആയതിനാൽ കൃത്യമായി പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അംഗനവാടി ക്ഷേമ പെൻഷൻ മാസങ്ങളായി ലഭിക്കുന്നില്ല എന്ന ഈ പരാതി നിയമവേദി തിരുവനന്തപുരം ക്ഷേമനിധി ബോർഡിൽ അന്വേഷിച്ചു. നിലവിൽ 2026 ഫെബ്രുവരി വരെയുള്ള പെൻഷനെ നൽകിയിട്ടുള്ളൂ. കുടിശ്ശിക പെൻഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് പെൻഷൻ ലഭിക്കും എന്നാണ് നിയമവേദിക്ക് ലഭിച്ച മറുപടി. ഗ്രാറ്റുവിറ്റി സംബന്ധിച്ചുള്ള കാര്യവും സർക്കാരിന്റെ തീരുമാനമനുസരിച്ച് മാത്രമേ നടപ്പിലാവുകയുള്ളൂ എന്നും മറുപടിയിലുണ്ട്. അടുത്ത പരാതി മുട്ടത്ത് നിന്നും ശാരദ ഗോപാലന്റേതാണ്. പരാതി നോക്കാം. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പെട്ടിക്കട 2012 പൊളിച്ചു മാറ്റിയതിനെ തുടർന്ന് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളിലെല്ലാം തന്നെ ഞങ്ങൾ പരാതിയും സമർപ്പിച്ചിട്ടുണ്ട്. നിയമവേദിയിലേക്കും ഇത് സംബന്ധിച്ച് പരാതികൾ അയച്ചിരുന്നു. അതിന് നിയമവേദി വ്യക്തമായ മറുപടിയും നൽകിയിരുന്നു. ഞങ്ങൾക്ക് നിയമസഹായം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എവിടെയാണ് സമീപിക്കേണ്ടത്? സ്ത്രീകൾക്ക് സൗജന്യ നിയമസഹായത്തിന് ലീഗൽ സർവീസസ് അതോറിറ്റിയെ സമീപിക്കാം. എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ KLSA കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. പരാതിക്കാരി തന്റെ ജില്ലയിലെ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാൽ സൗജന്യ നിയമസഹായത്തിനായി അഭിഭാഷകനെ വിട്ടുതരുന്നതാണ്. ഇനി ഇന്നത്തെ നിയമവേദിയിലെ 5ാമത്തെ പരാതിയാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് പരാതി അയച്ചിട്ടുള്ളത്. പരാതി നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പൊതുമരാമത്ത് പണികൾ നടക്കുമ്പോൾ അത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും പണിയുടെ വിവരം അടങ്ങുന്ന നോട്ടീസ് ബോർഡ് പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കണമെന്ന ഒരു നിയമമുള്ളതായി അറിയാൻ കഴിഞ്ഞു. അതായത് സിറ്റിസൺ എഡ്യൂക്കേഷൻ ബോർഡ് എന്നാണ് ഇതിനെ പറയുന്നതെന്നും മനസ്സിലാകുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് വിശദമായി മറുപടി പറയുന്നു കൺസ്യൂമർ കംപ്ലയിൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രസിഡന്റ് KB മോഹനൻ. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നടത്തുന്ന മരാമത്ത് നിർമ്മാണ പ്രവൃത്തികളുടെ രേഖകൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതാണ് ശ്രോതാവിന്റെ ചോദ്യം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുജനങ്ങളുടെ നികുതി പണവും സർക്കാർ ഫണ്ടും ഉപയോഗിച്ചാണ് റോഡ്, പാലം, കെട്ടിടം, ഡ്രെയിനേജ്, കനാൽ, കുടിവെള്ള പദ്ധതി തുടങ്ങിയ വിവിധ വികസന മരാമത്ത് പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത്. അതിനാൽ പൊതുപണം ചെലവഴിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള രേഖകൾ പൊതുജനങ്ങൾക്ക് കാണാൻ പാടില്ല അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന നിലപാട് പൊതുവെ നിയമപരമായി അംഗീകരിക്കാനാവില്ല. പൊതുമരാമത്ത് പ്രവൃത്തിയുടെ ടെൻഡർ എങ്ങനെ നൽകി, ആരാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്, എത്ര തുകയ്ക്കാണ് കരാർ ലഭിച്ചിരിക്കുന്നത്, എത്ര അളവിലാണ് പ്രവൃത്തി നടക്കുന്നത് അല്ലെങ്കിൽ നടന്നു, ഈ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളുടെ അളവും ഗുണനിലവാരവും എന്താണ്, എത്ര തുക കരാറുകാരന് ഇതുവരെ നൽകി അല്ലെങ്കിൽ മുഴുവനായിട്ടും എത്ര രൂപയാണ് നൽകിയിരിക്കുന്നത് തുടങ്ങിയ വിവിധ തരത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിന്, അതുമാത്രമല്ല ആ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ രേഖകളും നിലവിലുണ്ട്. ഏതൊക്കെ രേഖകളാണ് വാങ്ങിയാലാണ് ഒരു പൗരന് ഈ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുക എന്ന കാര്യം കൂടി നമുക്ക് ഒന്ന് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മരാമത്ത് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവൃത്തിയുടെ സ്വഭാവം അനുസരിച്ച് ഇനി പറയുന്ന രേഖകൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ഭരണപരമായ അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ, ടെക്നിക്കൽ സാങ്ഷൻ, എസ്റ്റിമേറ്റ്, ടെൻഡർ നോട്ടീസ്, ടെൻഡർ രജിസ്റ്റർ, ടെൻഡർ പ്രൊസീഡിങ്സ്,
സ്റ്റേറ്റ്മെന്റുകൾ, പിന്നെ അതുപോലെ തന്നെ എഗ്രിമെന്റ് രജിസ്റ്റർ ഉണ്ടാകും. സൈറ്റ് ഹാൻഡ്ലിംഗ് ഓവർ രേഖകൾ, അതായത് ഒരു വർക്ക് സൈറ്റ് ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന രേഖകൾ, ലെവൽ ഫീൽഡ് ബുക്ക്, മെഷർമെന്റ് ബുക്ക്, MB, അതിന്റെ അളവുകളൊക്കെ രേഖപ്പെടുത്തുന്ന ഓരോ സൈറ്റിന്റെയും റോഡിന്റെയും ഒക്കെ അളവുകളൊക്കെ, എത്ര മീറ്റർ നീളമുണ്ട്, 1 കിലോമീറ്റർ ആണോ 2 കിലോമീറ്റർ ആണോ എന്നൊക്കെ രേഖപ്പെടുത്തുന്ന മെഷർമെന്റ് ബുക്ക്, ചെക്ക് മെഷർമെന്റ് രേഖകൾ, അക്കൗണ്ട്സ് ബില്ല്, ഫൈനൽ ബില്ല്, ഈ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെറ്റീരിയൽ സപ്ലൈ സംബന്ധിച്ചുള്ള രേഖകൾ, ബിറ്റുമെൻ, ടാർ, അതിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ, വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ക്വാളിറ്റി കൺട്രോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ഭരണസമിതിയെടുത്ത പ്രൊസീഡിങ്സ്, പിന്നെ പേയ്മെന്റ് സംബന്ധിച്ച രേഖകൾ, ആർക്കൊക്കെ പേയ്മെന്റ് കൊടുത്തു, ഈ വർക്കുമായി ബന്ധപ്പെട്ട് വർക്ക് ഓർഡർ, എന്നാണ് വർക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത് കോൺട്രാക്ടർക്ക്, ഏത് തീയതിയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, പ്രവൃത്തിയുടെ പുരോഗതിയും പൂർത്തീകരണവും സംബന്ധിച്ചുള്ള മറ്റേതെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള രേഖകളും നമുക്ക് പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കോർപ്പറേഷനിലൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. എന്നാൽ എല്ലാ പ്രവൃത്തികളിലും മേൽപ്പറഞ്ഞ എല്ലാ രേഖകളും ഒരേ രീതിയിൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ പൊതുവെ മുമ്പ് പറഞ്ഞ രേഖകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിയമപ്രകാരം തയ്യാറാക്കിയ രേഖകൾ ഉണ്ടെങ്കിൽ അവ പരിശോധിക്കാനും നിയമാനുസൃതമായി പകർപ്പ് ആവശ്യപ്പെടാനും ഒരു പൗരന് അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതാണ് നിയമം. പഞ്ചായത്ത് രേഖകളും മുനിസിപ്പൽ രേഖകളും പൊതുരേഖകളാണോ എന്നൊരു ചോദ്യം ഉണ്ട്. അതായത് കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഇഷ്യൂ ഓഫ് കോപ്പി റൂൾസ് അനുസരിച്ച് പഞ്ചായത്തിന്റെ നിയമപരമായ ചുമതലകളും അധികാരങ്ങളും നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ, പഞ്ചായത്ത് യോഗങ്ങളെയും കമ്മിറ്റികളിലെയും നടപടികളുമായ ബന്ധപ്പെട്ട രേഖകൾ എന്നിവ സെക്രട്ടറി അല്ലെങ്കിൽ ബന്ധപ്പെട്ട കസ്റ്റോഡിയന്റെ സംരക്ഷണത്തിലാണ്. സർക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികാരിയോ ഇത് കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇത്തരം രേഖകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രേഖകൾ ഒഴികെ എല്ലാ രേഖകളും പഞ്ചായത്തിന്റെ രേഖകൾ പൊതുരേഖകളായിട്ട് കരുതപ്പെടുന്നു. അത്തരം രേഖകളുടെ മുഴുവൻ പകർപ്പോ പ്രസക്തമായ ഭാഗങ്ങളുടെ പകർപ്പോ ആവശ്യപ്പെടാനും ആവശ്യമായ ഭാഗങ്ങൾ വ്യക്തിപരമായി പരിശോധിച്ച് പകർപ്പെടുക്കാനും പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. അതായത് ഒരു പഞ്ചായത്ത് മരാമത്ത് പ്രവൃത്തിയുടെ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ ഇത് ഓഫീസ് രേഖയാണ്, പൊതുജനങ്ങൾക്ക് നൽകാനാവില്ല എന്നൊരു പൊതുവായ മറുപടി മാത്രം നൽകി അപേക്ഷ നിരസിക്കുവാൻ സാധിക്കില്ല എന്നർത്ഥം. രേഖകളുടെ പകർപ്പ് എങ്ങനെ ആവശ്യപ്പെടാം? ഈ റൂൾ അനുസരിച്ച് പൊതുരേഖയുടെ പകർപ്പ് ലഭിക്കണമെന്നോ രേഖ വ്യക്തിപരമായി പരിശോധിച്ച് പ്രസക്തമായ ഭാഗങ്ങൾ പകർപ്പ് എടുക്കണമെന്നോ ആഗ്രഹിക്കുന്ന വ്യക്തി ബന്ധപ്പെട്ട ഫോമിൽ അപേക്ഷ ബന്ധപ്പെട്ട സെക്രട്ടറി അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് കസ്റ്റോഡിയൻ ആരാണോ, എഞ്ചിനീയറോ മറ്റുള്ള ആളുകളാണോ എങ്കിൽ അവർക്ക് സമർപ്പിക്കണം. പഴയ വർഷങ്ങളിലെ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ ബാധകമായ സെർച്ച് ഫീസ് അടയ്ക്കേണ്ടി വരാം. പകർപ്പിനെ നിശ്ചിത കോപ്പി ഫീസും അടയ്ക്കണം. അതിനാൽ രേഖയുടെ കോപ്പി വേണമെന്ന് വാക്കാൽ ആവശ്യപ്പെടുന്നതിന് പകരം നിയമപ്രകാരം ഫോം 1 എഴുതി അപേക്ഷ നൽകുന്നതാണ് ഉത്തമം. ഇനി നമ്മൾ നൽകിയ അപേക്ഷ നിരസിക്കാമോ? നിയമത്തിൽ അംഗീകരിച്ച കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷ നിരസിക്കുവാൻ സാധിക്കുകയുള്ളൂ. രേഖ പബ്ലിക് ഡോക്യുമെന്റ് അല്ലെങ്കിൽ സെർച്ച് നടത്തിയിട്ടും രേഖ ലഭ്യമെങ്കിൽ ആ ഒരു പീരീഡ് കഴിഞ്ഞ്, അതായത് പണ്ടത്തെ പഴയ രേഖകളാണെങ്കിൽ രേഖ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അപേക്ഷയിലെ വിവരങ്ങൾ അപൂർണമാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമായ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ തുടങ്ങിയ സാഹചര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ അപേക്ഷ നിരസിക്കാം. അതായത് പഴയ രേഖകളാണ്, ഒരു 10-15 കൊല്ലം മുമ്പ് എടുത്ത രേഖകളാണ്, ആ രേഖകളിൽ ഇപ്പം നിലവിലില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ വേണമെങ്കിൽ ഈ അപേക്ഷ നിരസിക്കാം. രേഖ നൽകാൻ കഴിയില്ല എന്ന ഒറ്റവരി മറുപടിക്ക് പകരം നിയമപരമായ ഒരു കാരണവും കൂടി അതിൻ്റെ കൂടെ എഴുതി ചേർക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ആവശ്യപ്പെട്ട രേഖയുടെ പകർപ്പ് എത്ര ദിവസത്തിനുള്ളിൽ നൽകണം? ഈ അപേക്ഷ നിരസിച്ചിട്ടില്ലെങ്കിൽ, ഈ നിയമത്തിന്റെ റൂൾ 5 പ്രകാരം നിരസിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ ലഭിച്ച തീയതി മുതൽ 15 ദിവസത്തിനകം അത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. നൽകുന്ന പകർപ്പിൽ സെക്രട്ടറി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഒപ്പും ഉണ്ടായിരിക്കണം. നമ്മൾ സെർച്ച് ചെയ്ത് ആ രേഖ എടുക്കുവാൻ നമ്മൾ തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടാൽ അതിനായി അപേക്ഷകനെ നിശ്ചിത തീയതിയിൽ ഓഫീസിൽ ഹാജരാകണമെന്ന് അറിയിക്കുകയും രേഖ പരിശോധിക്കുവാനും പകർപ്പെടുക്കുവാനും അവസരം നൽകുകയും വേണം. ഒരു ടെൻഡർ ഒരു വ്യക്തി എടുത്ത് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് പഞ്ചായത്ത് എഞ്ചിനീയറോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പ്രതിനിധിയായി വേറെ ഏതെങ്കിലും ആളുകളോ
ആളുകളോ അത് കൃത്യമായിട്ട് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊക്കെ ആയിരിക്കണം അത് പ്രവൃത്തി നേരിട്ട് ഈ വർക്ക് സൈറ്റിൽ നിന്ന് പരിശോധിക്കേണ്ടതാണ്. പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സൈറ്റിൽ ആരുമില്ല എന്നുള്ളത് ചട്ടവിരുദ്ധമാണ്. ഒരു വർക്ക് നടക്കുമ്പോൾ അതിന്റെ പ്രവൃത്തിയിൽ ഉപയോഗിക്കുന്ന ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്ത് എഞ്ചിനീയർക്കുണ്ട്. മെറ്റല്, സിമന്റ്, കോൺക്രീറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണല്ലോ മരാമത്ത് പ്രവൃത്തികൾ നടക്കുന്നത്. അത്തരം മരാമത്ത് പ്രവൃത്തികളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരത്തെ കുറിച്ച് പൊതുജനങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ റെക്കോർഡ്സ്, മെഷർമെന്റ്, ടെസ്റ്റ് റിപ്പോർട്ട്, സ്റ്റോക്ക് റെക്കോർഡ്സ്, ബില്ലുകൾ തുടങ്ങിയവ, അതുപോലെ തന്നെ വർക്ക് ഓർഡർ തുടങ്ങിയവ പരിശോധിക്കുവാൻ പൊതുജനങ്ങൾക്ക് അധികാരമുണ്ട്. അത് പരിശോധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ വളരെ പ്രസക്തമായ ഒരു ആവശ്യവും കൂടിയാണ്. പഞ്ചായത്തിലെ ഏതൊരു വോട്ടർക്കും കൺസ്ട്രക്ഷൻ വർക്ക് പരിശോധിക്കാം എന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഞ്ചായത്ത് ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് നിയോഗിച്ച സോഷ്യൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിക്കൊക്കെ ഇത് പരിശോധിക്കാം. സർക്കാർ ഇതിനായിട്ട് നിയോഗിച്ച ഇൻസ്പെക്ടിംഗ് ഓഫീസേഴ്സ് എന്നിവർക്ക് വേണമെങ്കിൽ പൊതുമരാമത്ത് പ്രവൃത്തി ഏത് സമയത്തും ഇൻസ്പെക്ട് ചെയ്യുവാനുള്ള അവകാശം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ ക്രമക്കേട് ഇങ്ങനെ കണ്ടെത്തിയാൽ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നാൽ ക്രമക്കേടായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ടെൻഡർ നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അനുവദിച്ച തുകയ്ക്കും ഈ കരാറുകാരൻ നൽകിയ തുകയ്ക്കും തമ്മിലുള്ള വലിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്രമക്കേടായിട്ട് കണക്കാക്കാം. ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ അധിക പ്രവൃത്തി, അതായത് ഒരു റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ കാന അതിലെ ഇല്ലാത്ത ഒരു ടെൻഡറാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് യാതൊരു സാങ്ഷനും ഇല്ലാതെ ആ കാനയും കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു തുക അതിൽ ഉൾപ്പെടുത്തുക, അത് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ അധിക പ്രവൃത്തി കൊടുക്കുക കോൺട്രാക്ടർക്ക്. അതുപോലെ തന്നെ നിയമാനുസൃത നടപടിക്രമം പാലിക്കാതെ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ക്രമക്കേടായിട്ട് കാണാം. അത്തരം ക്രമക്കേടുകൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ വിജിലൻസിനോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ് കമ്മിറ്റിക്കോ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാം, അതല്ലെങ്കിൽ ഓംബുഡ്സ്മാന് പരാതിയായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വർക്ക് സൈറ്റിൽ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വർക്കിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ അവിടെ എഴുതി വയ്ക്കണം. ഒരു ബോർഡ് ഉണ്ടായിരിക്കണം. ആ ബോർഡിന്റെ ചെലവും ഈ ടെൻഡറിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ സാധാരണഗതിയിൽ അത്തരം ബോർഡുകൾ വായിക്കുന്നില്ലെങ്കിൽ അത് ക്രമക്കേടാണ്. എത്ര രൂപയുടെ പ്രവൃത്തിയാണ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്, ആരാണ് കോൺട്രാക്ടർ, അപ്പോൾ ഈ മുതലായി എന്ത് വർക്ക് തുടങ്ങും, എന്ന് വർക്ക് അവസാനിക്കും, ഇതൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളെല്ലാം കാണത്തക്ക രീതിയിൽ അവിടെ പ്രദർശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പഞ്ചായത്തിൽ നടക്കുന്ന മരാമത്ത് പ്രവൃത്തിയെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ആദ്യം പ്രവൃത്തിയുടെ പേര് എന്താണെന്ന് നോക്കുക, ലൊക്കേഷൻ നോക്കുക, എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കുക, വർക്ക് ഓർഡർ എന്നിവ കണ്ടെത്തുക. പിന്നെ ഈ ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ രേഖകൾക്കായിട്ട് നിങ്ങൾ ഒരു അപേക്ഷ എഴുതി നൽകുക. മൂന്നാമതായിട്ട് ടെൻഡർ രജിസ്റ്റർ, എഗ്രിമെന്റ്, മെഷർമെന്റ് ബുക്ക്, ബില്ലുകൾ, സ്റ്റോക്ക് രജിസ്റ്റർ, ക്വാളിറ്റി ടെസ്റ്റ് എന്തെങ്കിലും റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അത് തുടങ്ങിയ ആവശ്യമായ രേഖകൾ വ്യക്തമായി ആവശ്യപ്പെടുക. നാലാമത് വേണമെങ്കിൽ സർട്ടിഫൈഡ് കോപ്പികൾ ആവശ്യപ്പെടാം. അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് രേഖകളും സ്ഥലത്തെ യഥാർത്ഥ പ്രവൃത്തിയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കണം. എത്ര അളവിൽ ആ ടാർ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര അളവിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തുവാൻ സാധിക്കും. ക്രമക്കേട് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, ഓഡിറ്റ് അതോറിറ്റി, വിജിലൻസിന് ഇവർക്കൊക്കെ നിങ്ങൾക്ക് പരാതികൾ നൽകാവുന്നതാണ്. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും ചെലവഴിക്കുന്നത് ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ അളവും ഉപയോഗിച്ച സാധനങ്ങളുടെ ഗുണനിലവാരവും കരാർ നൽകിയ തുകയും മെഷർമെന്റ് ബുക്കിലെ രേഖകളും ഫൈനൽ ബില്ലും എല്ലാം ആരെയും കാണിക്കേണ്ടതില്ലാത്ത ഓഫീസ് രഹസ്യം എന്ന നിലയിൽ കാണുവാൻ കഴിയില്ല. രേഖകൾ പൊതുരേഖകളാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കുവാനും നിയമാനുസൃതമായി പകർപ്പ് നേടുവാനും പൊതുജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.